Good morning, guys. Welcome to your low poll. It's a working day. ഞാൻ പോകുന്നില്ല because my mom is not feeling well. So let's get into the video. ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ലേ വർക്കിംഗ് ഡേ ആയിട്ട് ഞാൻ എന്താ പോകാത്തതെന്ന്. പൊതുവേ ഹർത്താൽ ദിവസം വരെ പണിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം ഹോസ്പിറ്റൽ സെറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അന്നും ഡ്യൂട്ടി ഉണ്ടാവും. പിന്നെ ഞാൻ പോകാത്തത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇന്നലെ വയ്യാണ്ടായി. അപ്പം അമ്മയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ വാട്ട് ക്യാൻ ഐ ടു അമിയാദാസ് ഇവിടെ ഉണ്ടാവണം. അങ്ങനെയല്ല, അമ്മേനെ കൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്, അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുന്ന അമ്മയ്ക്ക് ഫുൾ റെസ്റ്റ് വേണം, ഇനി ഞാനില്ലെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ പോവോ നടക്കുമോ അതിന് ശ്രമിക്കും എന്നൊക്കെ ഉള്ളൊരു ഇത് കാരണമാണ് ഞാൻ ലീവ് എടുത്തത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ഡല പൂജ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ പൂജയായിരുന്നു. പൂജയ്ക്ക് അമ്മ പോയി തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് മൊബൈൽ ഫോൺ പുറത്തു കൊണ്ടുപോകാൻ മടിയുള്ളത് കൊണ്ട് തന്നെ ഇരുട്ടുണ്ടാവുമല്ലോ, ഇരുട്ടത്ത് അമ്മേൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മടങ്ങിപ്പോയി. അപ്പം അമ്മ അത് വലിയ കാര്യമാക്കിയില്ല. രാത്രി ആയപ്പോഴേക്ക് വേദന നന്നായി കൂടി. അങ്ങനെ ഒരു 10:30 ആയപ്പോഴേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വന്നിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, രാവിലെ എണീച്ച് വന്നപാട് അമ്മയ്ക്ക് കൈക്കെന്തോ വേദന, അമൃതാഞ്ജനം എടുത്ത് തേച്ച് തരാൻ പറഞ്ഞു. തേച്ച് കൊടുത്തു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് പോയി. ഫസ്റ്റ് തന്നെ പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിൽ വന്ന് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കലാണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ശീലിക്കുന്നൊരു പരിപാടി കേട്ടോ. ചിലപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും നാരങ്ങയൊക്കെ പിഴിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഞാൻ അച്ഛന് വേണ്ടിയിട്ടുള്ള കാപ്പി ഉണ്ടാക്കി വെക്കും. കാരണം അച്ഛൻ നേരത്തെ എണീച്ചിട്ട് ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് ഒരു കാപ്പി അച്ഛന് മസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് തോന്നിക്കാൻ കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് ടേസ്റ്റൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ പഞ്ചസാര ഓൾറെഡി തീർന്നു. അപ്പോൾ സ്റ്റോറിലുള്ള പാത്രത്തിൽ നിന്ന് ഞാൻ പഞ്ചസാര ഇതിലോട്ട് സെറ്റ് ചെയ്ത പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. കാപ്പി ഉണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ടാണ്. കാരണം ഞാനും ഒരു ടീ ലവറല്ല, ഞാൻ ബേസിക്കലി ഒരു കാപ്പി കുടിക്കുന്ന ആളാണ്. അങ്ങനെ കാപ്പിക്കുള്ളത് വെച്ച് തിളയ്ക്കുന്ന സമയം ഞാൻ എൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുകയാണ്. പറഞ്ഞതുപോലെ ഇത് നാരങ്ങ ഡീടോക്സ് വാട്ടറാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എൻജോയ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇന്ന് ഒരുപാട് പരിപാടിയുണ്ട്. ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, അമ്മേനെ ടേക്ക് കെയർ ചെയ്യണം. കാരണം അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അമ്മേനെ പിടിച്ചാലേ നടക്കാൻ പറ്റൂ. അമ്മൂമ്മയ്ക്ക് വയ്യ, ഒരുപാട് പരിപാടിയുണ്ട്. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, എന്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നോട് ഗുഡ് കുക്ക് ടു, ബട്ട് ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെ എൻ്റെ കാപ്പി തിളച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുപ്പത്താണ് ഞങ്ങൾ പൊതുവേ അരി വെക്കുക. അടുപ്പ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല, കത്തിക്കും. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മേനെ ഒന്ന് പോയി നോക്കുന്നുണ്ട് ഓക്കെ അല്ലേന്ന്. അതിൻ്റെ കൂടെ തന്നെ അമ്മമ്മയ്ക്കും വയ്യ കേട്ടോ. അമ്മമ്മയ്ക്കും ചെറിയൊരു വോമിറ്റിങ്ങും തലകറക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ 2 പേരും 2 റൂമിൽ ഫുൾ റെസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് ചൊറിഞ്ഞ് ഓക്കെ അല്ലേ സുൽമി എന്നൊക്കെ ചോദിക്കുമ്പോഴേ എനിക്കൊരു എന്താ പറയുക ഗൈസ്, ഒരു ഉഷാർ കിട്ടും. അങ്ങനെ പിന്നെ മുറ്റടിക്കൽ പരിപാടിയിലോട്ട് പോയി. ഇത് അടിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഒരു കിളി പോകും കേട്ടോ. കാരണം സൈഡും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് പണിയുണ്ട്. കൂട്ടത്തിൽ ഫുൾ ടൈം സപ്പോർട്ടായിട്ട് അച്ഛനുണ്ടായിരുന്നു കേട്ടോ. പണി കഴിഞ്ഞ് വന്ന് അടുത്ത സെക്കൻഡ് ഞാൻ അമ്മേൻ്റെ അടുത്ത് കടന്നു പോയി ഒപ്പിട്ടു. പിന്നെ കുറച്ച് പാല് ചൂടാക്കാൻ വെച്ചു. അതൊക്കെ നമ്മളെ യൂഷ്വൽ വീട്ടിലെ പരിപാടി. അങ്ങനെ പാലിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മേനെ മെല്ലെ പിടിച്ച് അമ്മയുടെ ബേസിക് ആയിട്ടുള്ള പല്ല് തേക്കൽ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഒന്ന് കൊടുത്തു. ആദ്യത്തെ 2 ദിവസം അമ്മയ്ക്കൊരു സപ്പോർട്ട് വേണമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ എക്സ്പേർട്ടായി. അതിനുശേഷം ഞാൻ പറഞ്ഞു അമ്മ അടുക്കളയിൽ വന്നിരുന്നോ, കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംശയം ചോദിക്കാൻ അമ്മേനെ ആവശ്യം, ഡൈനിങ് ഹാളിൽ വന്നിരുന്നോ, ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കാൻ അമ്മേനെ ആവശ്യം വരും എന്ന് പറഞ്ഞ അമ്മേനെ ഞാൻ ഹാളിലിരുത്തി. ഇപ്പോൾ ഈ കാണുന്നത് പുട്ടുപൊടിയുമായി അമ്മേൻ്റെ അടുത്തോട്ട് പോകുന്നതാണ്. കാരണം പൊടിയിട്ടു ആക്കി മിക്സ് ചെയ്തൊക്കെ പെർഫെക്റ്റായിട്ട് അമ്മ തരുമെന്നാണ് പറഞ്ഞത്. കാരണം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ പുട്ടിന് കട്ടി കൂടുമെന്ന്. അങ്ങനെ പിന്നെ തേങ്ങ ചിരക്കി പുട്ടുണ്ടാക്കി. ഏറ്റവും എളുപ്പകരമായ പരിപാടി പുട്ടാണല്ലോ. ദോശ തലേന്ന് അരച്ച് വെക്കാത്തതുകൊണ്ടാണ് ഞാൻ പുട്ടിലോട്ട് പോകുന്നത്. ഇപ്പോൾ പുട്ടിൽ ഞാൻ കുറച്ച് എക്സ്പേർട്ടായിരിക്കുന്നു. കാരണം ഇന്നാളും അമ്മയ്ക്ക് വയ്യാണ്ടായ സമയത്തും ഞാൻ ഉണ്ടാക്കിയത് പുട്ടാണ്. സോ അമ്മ വയ്യാണ്ടാവുന്ന ദിവസം എൻ്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ദോശ. ഞാൻ പുട്ടുണ്ടാക്കി കേട്ടോ. പുട്ടാക്കുക സെറ്റ് ചെയ്യൊന്നും പാടുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് ഈ കുറ്റീനെ ഇങ്ങോട്ട് പറിച്ചെടുക്കൽ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം മറ്റേത് ഇളകാണ്ട് ചൂട് തട്ടാണ്ട് ഇത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ. അങ്ങനെ നല്ല അടിപൊളിയായ പുട്ടുണ്ടാക്കി കേട്ടോ. ഇത് എന്ത് പുട്ടായിരുന്നു, സാധാ അരിപ്പുട്ടല്ല, വേറെ എന്തോ ഒരു പുട്ടാണ്. അങ്ങനെ പുട്ടിന് കൂട്ടാൻ പപ്പടമാണ് ട്രൈ ചെയ്തത്. കാരണം കറിയുമായിട്ട് യുദ്ധം വെക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ പിന്നെ പപ്പടം ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിച്ചു. ഞാനും കഴിച്ചു, അമ്മയും കഴിച്ചു. ഇത് അമ്മയുടെ ഒരു ദേശീയ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലത്തിരുന്നേ കഴിക്കൂ. ഞാൻ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തെങ്കിലും അമ്മ അങ്ങോട്ട് പോയി. അവനവനുണ്ടാക്കി ഫുഡ് കഴിക്കാൻ എന്താ ഒരു രസം.
ഐ എം കോൺഫിഡൻറ്റ് ഓഫ് മൈസെൽഫ്. കാരണം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരു കിൻഡൽ കണക്കിന് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഇത് ഫാസ്റ്റിൽ ഇട്ടിട്ട് കാര്യമല്ല, അൾട്രാ ഫാസ്റ്റിൽ ഇടണം. കാരണം ഞാനായതുകൊണ്ട് തന്നെ കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു ഗൈസ്, കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു. ഇങ്ങനെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അരി മീൻസ് ചോറാവാൻ വെച്ചതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അമ്മമാരെങ്ങനെയാണല്ലോ, വയ്യാണ്ട് കിടന്നിട്ടുണ്ടെങ്കിലും റെസ്റ്റ് എടുക്കില്ല. അങ്ങനെ ഞാൻ പറയുന്നുണ്ട്, നാളെ എനിക്ക് ലീവല്ല അമ്മ, ഇന്ന് മാക്സിമം റെസ്റ്റ് എടുത്ത് ഓക്കെ ആക്കിക്കോ എന്നൊന്നും പറഞ്ഞിട്ട് ആളനുസരിച്ചില്ല. ഇത് നമ്മളുടെ എന്താണ് മറ്റേ കറങ്ങുന്ന കസാരയാണ്, അതിലാണ് അമ്മ ഉന്തിക്കളിച്ചത്. പക്ഷേ ഇതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നിജിയേട്ടൻ വന്നു, അമ്മ വയ്യാന്ന് പറഞ്ഞപ്പം നിജിയേട്ടൻ വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഓരോ റൂം ക്ലീനിങ് പരിപാടിയിലോട്ട് പോയിട്ടോ, കിടക്ക വിരിച്ചിടുക, തുണി മടക്കി വെക്കുക, അടിച്ച് വാരുക, തുടയ്ക്കുക, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ എൻ്റെ ദേശീയ പരിപാടിയാണെങ്കിലും ചില നേരങ്ങളിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണിത്. കാരണം ഞാൻ അടിക്കുന്നതിനനുസരിച്ച് ഇത് ബാക്കോട്ട് പോകും. എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ ചൂല് ഇമാതിരി ക്രൂരത ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ അടിച്ച് വാരി അതങ്ങോട്ട് നീക്കിയിട്ടു ഇതങ്ങോട്ട് നീക്കിയിട്ടു. അടിച്ച് വാരി ഇടുന്നതിനേക്കാളും പാടാണ് നമ്മൾ ഈ കസാര ചവിട്ടിയൊക്കെ ഒതുക്കി വെക്കുക. അതൊക്കെ കഴിഞ്ഞു അടുക്കളയിൽ പോയി സ്ലാബൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഉച്ചത്തെ പരിപാടിയിലോട്ട് പോയി. ഉച്ചയ്ക്ക് ഇപ്രാവശ്യം ഓൾറെഡി കുറച്ച് കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പച്ചക്കറി. അതുകൊണ്ട് തന്നെ ഞാൻ മീൻ വാങ്ങി മീൻ കറിയും വെച്ചു, പിന്നെ മീൻ വറക്കുകയും ചെയ്തു കേട്ടോ. തേങ്ങ അരച്ച മീൻ കറിയാണ് ഉണ്ടാക്കിയത്, ഒറ്റയ്ക്കല്ല, അമ്മയുടെ ഗൈഡൻസിലാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി പൊന്നു വന്നിട്ടുണ്ട്. അവളുടെ ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല, കാരണം അയാൾ അങ്ങനെ ഫോട്ടോനും വീഡിയോനും നിൽക്കുന്ന ഒരാളല്ല. അവൾ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി. നമ്മൾ ഈ വറ്റൽമുളക് ഇങ്ങനെ പൊരിച്ചിട്ട് ചുട്ടിട്ട്, വറ്റൽമുളക് ഇങ്ങനെ ചുട്ടിട്ട് തേങ്ങയിലൊക്കെ ഇട്ടിട്ട്. പിന്നെ മീൻ മുറിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. പക്ഷേ അമ്മ ആ പരിപാടി അധികം തരാത്തതുകൊണ്ട് എനിക്കറിയില്ലെങ്കിലും അമ്മ മീൻ മുറിക്കുന്നത് കണ്ടിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പേർട്ടാണ്. നല്ല വരയൊക്കെ ഇട്ട് നല്ല പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മീനിനെ അങ്ങ് പൊരിച്ചെടുത്തു. ഞാനും അച്ഛനും മാത്രമേ മീൻ കഴിക്കൂ, അമ്മയ്ക്കൊക്കെ നോമ്പാണ്. എനിക്ക് മീനൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് ഗൈസ്. അപ്പം ഞാൻ കരുതി അടുപ്പ് കത്തിക്കൽ എക്സ്പേർട്ട് അമിയാദാസ് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. കറിയൊക്കെ എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ചൊക്കെ ഉണ്ടാക്കി ഒരു തേങ്ങയരപ്പ് ഉണ്ടാക്കി അങ്ങ് പാടി. എന്താ അറിയില്ല, സംഭവം സെറ്റായിട്ടുണ്ട്. അച്ഛന് ഇഷ്ടമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കറി കൊള്ളില്ലെങ്കിൽ അച്ഛൻ എന്നോട് മാന്യമായി മുഖത്ത് നോക്കി പറയും എന്താണ് എൻ്റെ ചിക്കുമെന്ന്. പക്ഷേ ഇപ്രാവശ്യം നോക്ക് ഗായ്സ്, അമിയാദസിൻ്റെ തേങ്ങരച്ച് മീൻ കറി എല്ലാം കഴിഞ്ഞ് വാഷ് ബേസിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മുഖത്തോട്ട് ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, ഇനിയുള്ള പരിപാടികളൊക്കെ ലൈവിൽ പോയി. സോ യു എൻജോയ് ദിസ് വീഡിയോ. ടാറ്റാ ബൈ.